വെള്ളാപ്പള്ളിയുടെ ഈ മലപ്പുറം പ്രസ്താവന അത് വലിയ വിവാദമായിരുന്നു. അതിപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മാതൃഭൂമിയിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലോ. അതായത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് താൻ ഒരു മുസ്ലിം വിരോധി അല്ല എന്നാണ്. വെള്ളാപ്പള്ളി അതിൻ്റെ അകത്തൊരു കൃത്യമായ കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനകത്ത് 2 വസ്തുതകളായിട്ട് നമുക്കതിനെ തിരിക്കാൻ കഴിയും. ഒന്ന് വെള്ളാപ്പള്ളി പറയുന്ന കാര്യം, 2 വെള്ളാപ്പള്ളി പറയാതെ പറയുന്ന കാര്യം. ഇതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്നത് താനിത് പ്രീ പ്ലാൻഡ് ആയിട്ട് പോയി പ്രസംഗിച്ചതൊന്നുമല്ല. അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രസംഗിക്കാനൊരു കാര്യം എന്ത് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞതാണ്. മലപ്പുറത്തെ ഈഴവ സമുദായത്തിൻ്റെ ശോച്യാവസ്ഥയാണ് പറഞ്ഞത്. അതിൽ ചില വാസ്തവങ്ങളുമുണ്ട്, സത്യമാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതിന് നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവർക്ക് ഈഴവ സമുദായത്തിന് കൃത്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. വെള്ളാപ്പള്ളി ഈ അഭിമുഖത്തിനകത്ത് മാതൃഭൂമിയുടെ ഈ പത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ള 6-ാം പേജിലെ അഭിമുഖത്തിനകത്ത് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതായത് ഒരു ഘട്ടത്തിലും ഈഴവ സമുദായത്തെ ഇരു സർക്കാരുകളും പരിഗണിച്ചിട്ടില്ല ഒന്നിലേക്കും എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായ പ്രാതിനിധ്യം പല കാര്യങ്ങളിലുമില്ല. രാജ്യസഭയിലേക്ക് എംപിമാരെ തിരഞ്ഞെടുത്തപ്പോൾ പോലുമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എപ്പോഴും ഈഴവ സമുദായത്തിന് വിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ അതിനോട് മുഖം തിരിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യവും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ 2 സമുദായങ്ങളാണ്, ഒന്ന് ഈഴവ സമുദായവും ഒന്ന് മുസ്ലിം സമുദായവും. ഇവർക്ക് 2 പേർക്കും വലിയ പ്രാധാന്യം കേരളത്തിലുണ്ട്. കാരണം എണ്ണത്തിൽ ഇവർ ഏതാണ്ട് തുല്യരായിട്ടുള്ള വിഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിലൊരു ഒരു ഒരു മത്സരം ഉണ്ടാകാനോ ഇല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലേക്കും ആരെ പരിഗണിക്കും എന്നുള്ള ഒരു ഇതിൽ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇപ്പോഴും ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളത് ഈ SNDP, അതായത് ഈഴവ സമുദായവും, രണ്ടാമത് ഈ പറയുന്ന കോൺഗ്രസിനോട് ചേർന്നത് മുസ്ലിങ്ങൾ, അതായത് കൂടുതൽ ലീഗ് വിഭാഗവും ഒക്കെയാണ്. പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ലീഗ് വിഭാഗത്തിലല്ല, എല്ലാ ഈഴവരും SNDPയിലും അല്ല. അവർ സ്വതന്ത്രമായി നിൽക്കുകയും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഈഴവരുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ആരോഗ്യകരമാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു മത്സരത്തെ ഇവിടെ പറയുന്നുണ്ട്. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ SNDP ആണ് അവിടെ ഒരു കാൻഡിഡേറ്റിനെ പിന്തുണച്ചതെന്നുള്ള കാര്യം വെള്ളാപ്പള്ളി എടുത്ത് പറയുന്നുണ്ട്. അന്ന് ആ കാൻഡിഡേറ്റ് ജയിച്ചു കഴിഞ്ഞപ്പോൾ SNDP യോഗം സിന്ദാബാദ് എന്നാണ് വിളിച്ചത് എന്നും പറയുന്നുണ്ട്. ഈ പറയുന്ന മുസ്ലിം ലീഗ് പിന്തുണച്ചില്ല എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി ഇനി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് മലപ്പുറം മാത്രമല്ല, കേരളത്തിനകത്ത് പൊതുവേ ഈഴവ സമുദായം ഒരു അവഗണന നേരിടുന്നുണ്ട്. രാഷ്ട്രീയമായി അതിനെ എതിർക്കാനും വേണ്ട അവകാശത്തെ നേടാനുമാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്നും അത് സമുദായത്തിന് വേണ്ടിയിട്ടാണെന്നും അതെങ്ങനെ വർഗീയതയാകുമെന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി തനിക്ക് മുസ്ലിം വിരുദ്ധത ഇല്ല എന്നുള്ളത് അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. കാരണം ഈ പറയുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്, മലപ്പുറം സ്നേഹമുള്ള സ്ഥലമല്ലേ, മലപ്പുറം മതസൗഹാർദ്ദത്തിൻ്റെ സ്ഥലമല്ലേ, മലപ്പുറത്ത് ഈ അടുത്ത കാലത്തെങ്ങും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. വർഗീയ കലാപം മലപ്പുറത്ത് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുള്ള 1921 വലിയ വംശഹത്യ അവിടെ നടന്നിട്ടുമുണ്ട്. അത് വാസ്തവമാണ്, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മുസ്ലിങ്ങളായവരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ വെള്ളാപ്പള്ളി ഈ കാര്യത്തിനകത്ത് പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട്. ആ പറയാതെ പറയുന്ന ഒരു കാര്യം നമുക്കതിൽ എടുത്ത് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലപ്പുറത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ ഈഴവ സമുദായം പിന്തള്ളപ്പെടുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി പറയാതെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിക്കാത്തതിന് ഒരു കാരണം മുസ്ലിം ലീഗാണ്, ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന് തങ്ങളോട് ഒരു മമതയില്ലാത്തതാണ് എന്നെല്ലാം വെള്ളാപ്പള്ളി പറയാതെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കാം. 30 വർഷക്കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വിഷമിപ്പിക്കുന്ന എന്താണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളോട് അവഗണനയാണ്. ഞങ്ങൾക്ക് മൊത്തമുള്ള കോളേജുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾക്ക് കോട്ടയം ജില്ലയിൽ മാത്രമുണ്ട്. ഭൂരിപക്ഷം ജില്ലകളിലും ഞങ്ങൾക്ക് കോളേജില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതിനകത്ത് തന്നെ കൃത്യമായി പറയുന്നുണ്ട്, മറ്റ് സമുദായങ്ങളെ, അതായത് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ പരിഗണിക്കുന്നത് പോലെ ഈഴവ സമുദായത്തെ പരിഗണിക്കുന്നത്. പറയാതെ പറയുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ന്യൂനപക്ഷമാണോ പിന്നാക്ക വിഭാഗമാണോ ഏറ്റവും പിന്നിലേക്ക് പോകുന്നത്, ആർക്കാണ് ഇവിടെ എന്തെങ്കിലും കിട്ടുന്നത് എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുക തന്നെ ചെയ്യാറുണ്ട് എപ്പോഴും, എല്ലാ സന്ദർഭങ്ങളിലും. അതായത് പിന്നാക്ക വിഭാഗവും ന്യൂനപക്ഷവും തമ്മിലുള്ള
ഒരു അഭിപ്രായ ഭിന്നതയുടെ, ഇല്ലെങ്കിൽ ഇതിൽ ആർക്കാണ് ഈ പറയുന്ന അവകാശങ്ങൾ, ഇല്ലെങ്കിൽ അവകാശങ്ങൾ കിട്ടാത്തത് ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നതെന്നൊരു ചോദ്യമുണ്ട്. അതായത് അവർണ വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു അവകാശ പോരില്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്നുള്ളത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളെ പറ്റിയിട്ടല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ന്യൂനപക്ഷവും പിന്നാക്ക വിഭാഗവും തമ്മിലാണ്. ജാതി പ്രശ്നങ്ങളോ അത്തരം കാര്യങ്ങളല്ല. ന്യൂനപക്ഷ മതങ്ങളും പിന്നാക്ക ജാതികളും തമ്മിലുള്ള ഒരു പ്രശ്നത്തെ കേരളം അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി പറയാതെ പറയുന്നത്. ഇതിൽ കൃത്യമായ ഒരു ചോദ്യവും കൂടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. ആര് ഈ പ്രശ്നത്തിൽ ആർക്കൊപ്പം നിൽക്കും? ഇടതുപക്ഷം ആർക്കൊപ്പം നിൽക്കും? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒപ്പമാണോ നിൽക്കുക, അതോ ഈഴവ സമുദായത്തിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ അവർക്കൊപ്പം ആയിരിക്കുമോ നിൽക്കുക എന്നൊരു ചോദ്യവും കൂടെ. ഇത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ കേരളത്തിലെ ഈ സാഹചര്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ സ്വീകരിക്കും, എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുസ്ലിം വിഭാഗത്തിനോടൊപ്പം നിൽക്കണമോ, ക്രിസ്ത്യൻ വിഭാഗത്തിനോടൊപ്പം നിൽക്കണമോ, ഈഴവ സമുദായത്തിനൊപ്പം നിൽക്കണമോ, ഇല്ലെങ്കിൽ ഈ സമുദായങ്ങളെല്ലാം കൂട്ടിയിണക്കി ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്ന വസ്തുതകൾ കൃത്യമായി പരിഹരിക്കപ്പെടേണ്ടി വരും. ഒരിടത്തും വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ആരും ഖണ്ഡിച്ചിട്ടില്ല. എത്ര കോളേജുകളുണ്ട്, ഈഴവ സമുദായത്തിന് എത്ര കോളേജുകളുണ്ട്, എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ആർക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു, മലപ്പുറത്തിനെതിരെ സംസാരിച്ചു എന്ന് പറയുന്നതല്ലാതെ വെള്ളാപ്പള്ളി ചോദിക്കുന്ന ചോദ്യത്തിന് ആര് മറുപടി പറഞ്ഞു എന്നുള്ളതും പ്രസക്തമാണ്. കാരണം വെള്ളാപ്പള്ളി ഉന്നയിച്ചത് വസ്തുതാപരമായ ഒരു ചോദ്യമാണ്. ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി കൃത്യമായി സമുദായത്തിൻ്റെ സ്ഥിതി അറിയാം, അത് വെച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ന്യൂനപക്ഷ വിരോധിയോ മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഈഴവ സമുദായത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ മുന്നണികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെള്ളാപ്പള്ളിയോടൊപ്പം നിൽക്കാൻ കഴിയുക എന്നൊരു കാര്യവും കൂടി ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഇത് ഈ അഭിമുഖത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി മുസ്ലിം വിരോധിയാണ് എന്ന് പറയാനായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി മുസ്ലിം വിരോധിയാണോ എന്നറിയാനായിട്ട് കോഴിക്കോട് മാൻഹോളിൽ വീണ കുടിയേറ്റ തൊഴിലാളി രക്ഷിക്കുന്നതിനിടയിൽ മരിച്ച നൌഷാദിൻ്റെ കുടുംബത്തെ കേരള സർക്കാർ സഹായിച്ചപ്പോൾ താങ്കൾ നടത്തിയ പരാമർശം ഇതുപോലെ വലിയ വിവാദമായിരുന്നല്ലോ. മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണം ശക്തമായിരുന്നു. അതൊന്നും വേണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വെള്ളാപ്പള്ളി അതിന് കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് കോൺഗ്രസ് ഭരണമായിരുന്നു. നൌഷാദിൻ്റെ കുടുംബത്തിന് കൊടുത്തതുപോലെ മറ്റുള്ളവർക്കും കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് എൻ്റെ പേരിൽ കേസെടുത്തു. എന്നിട്ടെന്തായി? കോടതി എന്നെ വെറുതെ വിട്ടില്ലേ? വെള്ളാപ്പള്ളി അക്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വെള്ളാപ്പള്ളി കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്, സമുദായ നേതാവാണ്, കൃത്യമായി കാര്യങ്ങളെ അറിയാം, കേരളത്തെ കണ്ട ആളാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഇല്ലെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞ് തീരൂ എന്നൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഈഴവ സമുദായത്തിന് എന്ത് കിട്ടി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.